ഇനി അങ്ങോട്ട് മഴക്കാലമാണ്. അതുകൊണ്ട് നമ്മൾ റോസിനൊക്കെ നല്ലോണം സംരക്ഷണം കൊടുത്തേ മതിയാകത്തുള്ളൂ. നമ്മൾ അവിടെ ചെടിച്ചട്ടിയിൽ നിൽക്കുന്ന റോസെല്ലാം അതിനകത്ത് നിൽക്കുന്ന കളയെല്ലാം മാറ്റണം. എന്നിട്ട് നല്ലോണം വെട്ടണം. പ്രൂൺ ചെയ്ത് കളഞ്ഞ് നല്ല രീതിയിൽ വളം കൊടുത്താലേ റോസാ ചെടി നല്ലോണം നിൽക്കത്തുള്ളൂ. ഈ മഴക്കാലം ആയതുകൊണ്ട് നല്ലോണം നമ്മൾ നോക്കിയേ പറ്റൂ. അതിൻ്റെ കമ്പ് വെട്ടുമ്പോൾ മണ്ടയ്ക്ക് മാത്രം വെട്ടാതെ ഇച്ചിരി ഡീപ്പായിട്ട് താഴോട്ട് വെച്ച് വെട്ടി കൊടുക്കുക. എന്നാലേ നല്ല മുകുളങ്ങളുണ്ടാകുന്നത് നല്ല ദൃഢതയോടുകൂടി വരത്തുള്ളൂ. അതിനകത്ത് ധാരാളം പൂ ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ ചട്ടിയിൽ പോട്ടിംഗ് മിശ്രിതം നിറയ്ക്കുമ്പോൾ വെള്ളം വാർന്നു പോകുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ മഴക്കാലത്തൊന്നും ഇതിനൊന്നും ഒരു കുഴപ്പവും വരത്തില്ല. നമ്മളൊരു കുറച്ച് സംരക്ഷണം കൊടുത്താൽ റോസാ ചെടി നല്ലോണം വളർന്നു കിട്ടും. ഇതിനകത്ത് ധാരാളം പൂ നിന്ന ചെടിയാണ്. എന്നിട്ട് ഇത് വീണ്ടും ഞാൻ പ്രൂൺ ചെയ്തിട്ട് ഇപ്പം ഇങ്ങനെ നിൽക്കുമ്പോഴാണ്, ഇനി മഴക്കാലമല്ലേ അതുകൊണ്ട് നല്ല രീതിയിൽ ഹാർഡായിട്ടൊന്ന് പ്രൂൺ ചെയ്യാമെന്ന് വെച്ചു. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വളം ഇട്ട് കൊടുക്കണം. ഞാൻ വളം ഇട്ട് കൊടുക്കാൻ പോകുന്നത് മുട്ടത്തോട് പൊടിച്ചതും തേയിലച്ചണ്ടിയും. ആദ്യം അതാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലൊരു വളമാണ്. നല്ലോണം പൂ പിടിക്കുകയും ചെയ്യും. റോസായുടെ ഈ ഇലകളെല്ലാം നല്ല പച്ചപ്പോടു കൂടി നല്ല കരുത്തോടു കൂടി വളരാൻ വേണ്ടിയിട്ട് ഈ വളം വളരെ നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് തേയിലച്ചണ്ടിയും പിന്നെ മുട്ടത്തോട് പൊടിച്ചതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ചെവിട ദൂരം കൂട്ടി നല്ലോണം ഇളക്കുക. വേരിലൊന്നും തട്ടാതെ നല്ലോണം മണ്ണൊന്ന് ഇളക്കിയിടുക. എന്നിട്ട് ഈ തേയിലച്ചണ്ടിയും അതുകൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് എൻ്റെ ചുവട്ടിലിട്ട് പാത്രത്തിൽ നനവുണ്ടായിരുന്നു, അത് നനഞ്ഞിരിക്കുന്നത് കേട്ടോ. നല്ലോണം ഇട്ട് കൊടുക്കുക. 4 വശവും ഇട്ട് കൊടുക്കുക. നാല് വശം നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വേറൊരു വളം കൂടി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പേര് ഹ്യൂമിക് ആസിഡ് എന്നാണ്. അത് നമ്മുടെ ചെടിയുടെ വേരിനെ ബലപ്പെടുത്തുകയും ചെടി നല്ല പച്ചപ്പിൽ നിൽക്കാനൊക്കെ ഈ ഹ്യൂമിക് ആസിഡ് സഹായിക്കും. മണ്ണിലെ ജീവാണുക്കളെല്ലാം നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ട് വേരിന് നല്ല ദൃഢതയുണ്ടാവുകയും ചെടി നല്ലോണം വളരുകയും ചെയ്യും. ഈ ഹ്യൂമിക് ആസിഡ് അത് നമ്മുടെ ഈ ചെടിക്കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടും വാങ്ങിക്കാം. ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ. അതിൻ്റെ പുറകിൽ ഇട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടിയും കുറച്ച് മണ്ണൂടെ. നമ്മൾ എന്ത് വളം ഇട്ട് കൊടുത്താലും അതിൻ്റെ പുറത്ത് ഇച്ചിരി മണ്ണിട്ട് കൊടുക്കണം. ഞാൻ ചാണകപ്പൊടി മണ്ണൂടെ മിക്സ് ചെയ്ത് അത് ആണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടിത് മഴയുണ്ടെങ്കിൽ മഴയത്ത് വെക്കാൻ പാടില്ല. ഇച്ചിരി നമ്മുടെ മഴ നനയാത്തടത്തോട്ട് മാറ്റി വെക്കുക. ഇതിൻ്റെ നല്ലോണം നല്ല ശിഖരങ്ങളെല്ലാം വന്നു കഴിഞ്ഞിട്ട് നമുക്ക് വെയിലത്തെടുത്ത് വെക്കാം. അതിൻ്റെ ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ ബാക്കി വന്ന വെട്ടിക്കളഞ്ഞ തണ്ട് ഞാൻ കിളിപ്പിക്കാൻ എടുക്കുകയാണ്. കുറച്ച് മണ്ണ് അതിനകത്തോട്ടിട്ടിട്ട് അതിൻ്റെ തണ്ട് അതിലേക്ക് കുത്തി കൊടുക്കുക. നമ്മൾ കട്ടിയുള്ള തണ്ടിനേക്കാളും ഏറ്റവും നല്ലോണം പിടിച്ച് കിട്ടാൻ നല്ലത് നേർത്ത തണ്ടാണ്. അതിൻ്റെ ഇലയെല്ലാം ഒന്ന് വെട്ടിക്കളയാം. തോനെയൊന്നും വെട്ടിക്കളയണമെന്നൊന്നുമില്ല. കുറച്ച് ഇലയൊക്കെ നിന്നാലും തളിരിലയൊക്കെ നിന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഓരോന്ന് വെച്ച് കൊടുക്കുക. നേർത്ത തണ്ടിന് നല്ലോണം മുള വരും കേട്ടോ. ഇപ്പം മഴക്കാലമായിട്ട് നല്ലോണം പിടിച്ച് കിട്ടും. നമുക്ക് ഏത് ചെടിയുടെ ആയാലും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ നല്ല സമയം മഴക്കാലമാണ്. അത് നമ്മുടെ കടലാസ് പൂവിൻ്റെ ആവട്ടെ റോസിൻ്റെ ആവട്ടെ എന്തുമായാലും
നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് പിടിച്ച് കിട്ടാൻ നല്ല സമയം മഴക്കാലം തന്നെയാണ്. മിക്ക ചെടികളും ഞാൻ പ്രൂൺ ചെയ്യുന്നത് മഴക്കാലത്താണ്. വെട്ടിയൊരുക്കി നിർത്തും. ഓണക്കാകുമ്പോൾ നല്ലോണം പൂവും തരും. അതിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പുറത്തൊരു കവറിട്ട് മൂടുക. ഞാൻ ഇച്ചിരി നനച്ചിട്ടുണ്ടത്. കവറ് അതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കുക. ഞാനൊരു റബ്ബർ ബാൻഡ് ഇട്ടാണ് അത് വെക്കുന്നത്. കെട്ടുന്നതിനൊക്കെ നല്ലത് നമുക്കൊരു റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ അത് അടിയിലൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് നല്ലോണം നിർത്താൻ പറ്റും. അങ്ങനെ ചെയ്യുക. അതൊരു നമ്മുടെ ഷെയ്ഡിലോട്ടൊക്കെ ഒന്ന് മാറ്റി വെക്കുക. കുറച്ച് ദിവസം കഴിയുമ്പോൾ, ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേനും നല്ല വരും. ബൈ.